അപ്പോൾ നമസ്കാരം, എക്കോസ് ടിവിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പ്രോഡക്റ്റ് ബേസ്ഡ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ എന്താണ് പ്രോഡക്റ്റ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതും ഒരു ആവശ്യമുള്ളൊരു പ്രോഡക്റ്റാണ്. എന്താണെന്നല്ലേ, ഇത് അംബ്രേൻ്റെ ഒരു പോർട്ടബിൾ റീചാർജബിൾ കോഡ്ലെസ് ഇതാണ്, വാക്വം ക്ലീനറാണ്. അപ്പം ഇതിൽ അംബ്രേൻ എന്ന് പറയുന്ന ബ്രാൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നൊരു സാധനം എന്താണ്, നമ്മുടെ ഈ പവർ ബാങ്ക് ഒക്കെ വന്നപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ മീൻസ് ആ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ മേടിച്ചിട്ടുള്ളൊരു പവർ ബാങ്കാണ് അംബ്രേൻ്റെ ഒരു പവർ ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ അവരുടെ തന്നെ വേറൊരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, പോർട്ടബിൾ വാക്വം ക്ലീനറാണ് വിത്ത് 4000 PA സക്ഷൻ, സ്ട്രോങ് സക്ഷൻ എന്നൊക്കെയാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം, അത് എത്രമാത്രം അത് മീൻസ് നമുക്കത് ബെനിഫിറ്റിലാവും അല്ലെങ്കിൽ യൂസ് വരും എന്നുള്ളത് നമുക്ക് നോക്കാം, യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് യൂസ് ചെയ്ത് നോക്കി. അപ്പം മീൻസ് ആ ഒരു എമൗണ്ടിൽ ഇറ്റ്സ് ഓക്കെ ആണ്. ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് പോർട്ടബിൾ സക്ഷൻ വാക്വം ക്ലീനേഴ്സ് ഉണ്ട്. പക്ഷേ ഇതും അതുപോലെ ആ ഒരു എന്താ പറയുന്ന സക്ഷനൊക്കെ നോക്കുമ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. പക്ഷേ ഇതിന് ഒരു എന്താ പറയുന്നത്, ഇതിലൊരു സ്പെഷ്യാലിറ്റി തോന്നിയെന്ന് പറയുന്നത് ഇതിൻ്റെ സൈസാണ്. സൈസ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ഒരു ഹാൻഡി സൈസാണ്. മറ്റുള്ളതൊക്കെ വെച്ച് ഭയങ്കര വലിയ ഹെവി സൈസും, നമുക്ക് വെക്കാനും വണ്ടിക്കകത്ത് സ്ഥിരമായിട്ട് വെക്കാനും സ്ഥലവും കാണത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്പേസ് കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ബാക്കിയുള്ള വാക്വം ക്ലീനർ എന്ന് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ചെറുതാണ്. ചെറുതെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഒരു സൈസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിത് ജസ്റ്റ് യൂസ് ചെയ്ത് അൺബോക്സ് ചെയ്ത് നോക്കിയതാണ് ഓൾറെഡി. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. വളരെ ചെറുതാണ്. നമുക്കിത് കയ്യിൽ ഒരു തോക്ക് പിടിക്കുന്ന ആ ഒരു പിസ്റ്റൽ പിടിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് പിടിക്കാം. മീൻസ് വളരെ ചെറുതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ എന്തൊക്കെ വരുന്നെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് സാധനങ്ങളെന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ബോക്സിൽ വരുന്നത് 2 അഡാപ്റ്ററാണ്. ഇതൊരു എക്സ്റ്റൻഷനും പിന്നെ ഇതൊരു ബ്രഷ് ടൈപ്പ് സക്ഷൻ അഡാപ്റ്ററും. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ മോട്ടറും പിന്നെ അതിൻ്റെ ഒരു ഫിൽറ്ററും പിന്നെ ഈ എക്സ്റ്റൻഷൻ കണക്ട് ചെയ്യാനുള്ളൊരു മാറ്റിംഗ് പ്ലഗും. പിന്നെ നമുക്കിതിലൊരു A to C ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഇതിൽ അഡാപ്റ്റർ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിൽ ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ട്. ചാർജ് ഫുള്ളാകുമ്പോൾ എങ്ങനെ ബാറ്ററി ഫുള്ളായിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് ഇതിൽ അഡാപ്റ്ററിലൊരു ലൈറ്റ് ഉണ്ട്, അത് വെച്ച് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഇത് ഞാൻ വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണേ. ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നല്ല എയർ അടിക്കുന്നുണ്ട് തിരിച്ച്. അപ്പോൾ നമുക്കിത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് മണ്ണ് ഞാൻ ഇട്ടിട്ടുണ്ട്, കാരണം എൻ്റെ വണ്ടി ഓൾറെഡി ക്ലീൻ ആയിരുന്നു. അപ്പോൾ കുറച്ച് മണ്ണ് വരെ ഇട്ടു. ഇതിൽ അത്യാവശ്യം ഒരു എന്താ പറയുക, നോർമൽ പൊടിയല്ലാണ്ട് കുറച്ച് ചെറിയ ചെറിയ കല്ലുകളും ഉണ്ട്. നോക്കാം ഇതൊക്കെ അത് പിടിക്കുമെന്ന്. അപ്പോൾ ഇതിലെ ചെറിയ പൊടികളെല്ലാം അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ കല്ലുകളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ വലിയ കല്ല് ഇങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. കാരണം ഇതിലൊരു കേസ് എന്ന് വെച്ചാൽ ഇതിലൊരു ഇൻലെറ്റും ഔട്ട്ലെറ്റും വാൾവും ഉണ്ട്. അപ്പോൾ ആ വാൾവ് ചിലപ്പോൾ കല്ലിനെ തട്ടി ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഒരു വാൾവ് പോലെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ അഡാപ്റ്റർ ഒന്ന് മാറ്റിയിട്ട് നോക്കാം. അഡാപ്റ്റർ നമ്മൾ എന്നിട്ട് ഇപ്പോൾ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കിനി നോക്കാം ഇത് പിടിക്കുന്നുണ്ടോ ഇല്ലെന്ന്. അഡാപ്റ്റർ മാറ്റിയപ്പം കുറച്ചും കൂടെ ഒരു സക്ഷൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം ആ അഡാപ്റ്റർ ബ്രഷ് വരുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പൊടി പിടിക്കാനുള്ള ഇതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കല്ലായതുകൊണ്ടാണ്
ഓക്കെയാണ്. ഇത് കല്ലും അത്യാവശ്യം എടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണാം നിങ്ങൾക്ക് ഇത്രമാത്രം മണ്ണ് ഇത് സക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ കല്ലുകൾ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ വന്ന് ബ്ലോക്കായി നിൽക്കും. മീൻസ് അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ഞാനിപ്പോൾ ഓപ്പണായി കാണിച്ചത് എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് അതാണ് എനിക്ക് കണ്ടിട്ടത് എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. പക്ഷേ സാധനം എന്തായാലും സക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊന്നെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഇതിൽ ഈ പറഞ്ഞ പോലെ ലോഡ് കൂടിയിട്ടാവാം. നമുക്കിതപ്പോൾ ഒന്ന് ഇളക്കി നോക്കാം എത്ര പൊടി ഇതിൽ ഉണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല ഇതാണ് ആ ഒരു ഇൻലെറ്റും ഔട്ട്ലെറ്റും. അതായത് ഇതവർ കൊടുത്തേക്കുന്ന എന്തെന്ന് വെച്ചാൽ അകത്തുനിന്നുള്ള പൊടി, അതായത് അവർ ഈ ഡസ്റ്റ് അക്യുമുലേറ്റ് ആയത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത സക്ക് ചെയ്ത ഡസ്റ്റ് അതിനെ തിരിച്ച് വീണ്ടും താഴോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് ഓപ്പണിങ്. ഒരു ജസ്റ്റ് ഒരു വാൾ പോലെ കാണാൻ ഇതുപോലത്തെ. അപ്പം ഇതിൽ വന്ന് വലിയ കല്ലുകൾ മുകളിൽ വല്ലതാണ് ഇരിക്കുന്നെങ്കിൽ അത് ഉള്ളിലോട്ട് പോകില്ല. അപ്പോൾ അതുകൊണ്ടാണ് കാണണമെങ്കിലും എടുത്തതിൽ ഒട്ടുമിക്ക മീൻസ് വലിയ വലിയ സ്റ്റോൺ ആണെങ്കിലും തന്നെ പോയിട്ടുണ്ട് കാരണം ഈ പറഞ്ഞ കൂട്ടത്തിലുള്ളതിൽ. അപ്പം അതുകൊണ്ടാണ് ഇത് സ്റ്റോണിൽ പിടിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇത് എത്രയാണെങ്കിലും അതിനകത്ത് പിടിച്ചേക്കുന്ന മണ്ണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമുക്കിങ്ങനെ ഊരിയെടുക്കാവുന്നതായി. അത്യാവശ്യം ഇത്രത്തോളം മണ്ണ് ഇതിനകത്തുണ്ടായിരുന്നു. ഇത് ഇതിൻ്റെ ഫിൽറ്ററാണ്. ഇത് നമുക്ക് ഊരി ക്ലീൻ ചെയ്യാം. അപ്പോൾ ഫിൽറ്റർ ഊരി ക്ലീൻ ചെയ്താൽ മാത്രമേ നല്ലൊരു പെർഫോമൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ. അപ്പോൾ ഇതും റെഗുലറായിട്ട് ക്ലീൻ ചെയ്താൽ ഇതിൻ്റെ മാക്സിമം ഇതിൻ്റെ കിട്ടുന്നതിൽ നല്ലൊരു പെർഫോമൻസ് അതിന് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിത് മേടിച്ചിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ. എന്നാലും ഒരു സിംഗിൾ ചാർജിലാണ് ഇപ്പോഴും അത് ഓടുന്നത്. അപ്പം ഈ പറഞ്ഞൊരു 3-4 പ്രാവശ്യം ഞാനിത് യൂസ് ചെയ്തു. ഇതൊരു ഓഫായിട്ടില്ല. അപ്പോൾ ഇത് പ്രോഡക്റ്റ് ഞാൻ മേടിച്ചതെന്ന് പറയുന്നത് ആമസോണിലാണ്. ആമസോണിൽ നിന്ന് ആണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ലിങ്ക് വെച്ച് യൂസ് ചെയ്ത് മേടിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു സൈസ് വെച്ച് നോക്കുമ്പം നല്ല ഹാൻഡിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എവിടെ വേണമെങ്കിലും വണ്ടിക്കകത്തോ ബാഗിനകത്തോ എവിടെയെങ്കിലും നമുക്ക് സേഫായിട്ട് വെക്കാം. സേഫായിട്ടെന്ന് വെച്ചാൽ ആ ഒരു മീൻസ് സ്പേസ് കൺസ്യൂമിങ് അല്ലാത്തതുകൊണ്ട് നമുക്കിത് വണ്ടിക്കകത്ത് തന്നെ വെക്കാം, ഇല്ലെങ്കിൽ വീട്ടിലും വെക്കാം. പക്ഷേ മറ്റുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ ഹാൻഡിയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.